വെൽക്കം ബാക്ക് ടു +1 പൊളിറ്റിക്കൽ സയൻസ് ഓൺലൈൻ വീഡിയോ ക്ലാസ്. എല്ലാവർക്കും +1 പൊളിറ്റിക്കൽ സയൻസ് ഓൺലൈൻ വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ഇന്ത്യൻ ഭരണഘടനയെക്കുറിച്ചും അതുപോലെ തന്നെ ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് ഫണ്ടമെൻ്റൽ റൈറ്റ് എന്ന പാഠഭാഗങ്ങളെക്കുറിച്ചായിരുന്നു നമ്മൾ ചർച്ച ചെയ്തത്. അതിൽ പ്രധാനപ്പെട്ട ചില ഭാഗങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് ഡിസ്കസ് ചെയ്തു. ഇനി നമുക്ക് നോക്കാനുള്ളത് തേർഡ് യൂണിറ്റ് ആണ്. തേർഡ് യൂണിറ്റ് എന്ന് പറയുന്നത് ഇലക്ഷൻ ആൻഡ് റെപ്രസെൻറ്റേറ്റീവ്സ്, തിരഞ്ഞെടുപ്പും പ്രാതിനിധ്യവും. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ നോക്കുന്നത് ഇന്ത്യൻ ഭരണഘടന രൂപീകരിച്ചതിന് ശേഷം ഇന്ത്യയിൽ നടന്ന തിരഞ്ഞെടുപ്പ്, ഇലക്ഷൻ എങ്ങനെയായിരുന്നു, അതിലെ പ്രാതിനിധ്യം എങ്ങനെയാണ്, ഏതൊക്കെ രീതിയിലുള്ളത്, ടൈപ്സ് ഓഫ് ഇലക്ഷൻ. പ്രധാനമായിട്ടും തിരഞ്ഞെടുപ്പിൻ്റെ പ്രധാനമായിട്ടുള്ള രണ്ട് ഭാഗങ്ങൾ ഏതൊക്കെയാണ്, അല്ലെങ്കിൽ ടൈപ്സുകൾ ഏതൊക്കെയാണ്, ഏതൊക്കെ വിധം തിരഞ്ഞെടുപ്പുകളാണ് ഇന്ത്യയിൽ ഉണ്ടായിരുന്നത്, അതിനെക്കുറിച്ചാണ് നമ്മൾ നോക്കുന്നത്. പാഠഭാഗം തിരഞ്ഞെടുപ്പും പ്രാതിനിധ്യവും. അപ്പോൾ നോക്കാം, നമുക്ക് ഇന്ത്യയിൽ പ്രധാനമായിട്ടും രണ്ട് രീതിയിലുള്ള there are two types of election in India. First one is FPTP അഥവാ ഫസ്റ്റ് പാസ്റ്റ് ദി പോസ്റ്റ് സിസ്റ്റം, otherwise known as കേവല ഭൂരിപക്ഷ വ്യവസ്ഥ. ദെൻ നെക്സ്റ്റ് വൺ ആനുപാതിക പ്രാതിനിധ്യം. ഓക്കെ, അങ്ങനെ രണ്ട് രീതിയിലുള്ള ഇലക്ഷൻ സിസ്റ്റമായിരുന്നു അന്നത്തെ കാലത്ത് ഇന്ത്യയിൽ ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ പാഠഭാഗത്ത് പ്രധാനമായിട്ടും നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇലക്ഷൻ കമ്മീഷൻ ഉണ്ട്. ഇലക്ഷൻ കമ്മീഷൻ വാസ് കൺട്രോൾഡ് ഓൾ ഓവർ ദി ഇലക്ഷൻ ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ എല്ലാ ഇലക്ഷനുകളും, തിരഞ്ഞെടുപ്പുകളും കൺട്രോൾ ചെയ്യുന്നത് അല്ലെങ്കിൽ അതിനെ നിയന്ത്രിക്കുന്നത് തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ്, അല്ലെങ്കിൽ ഇലക്ഷൻ കമ്മീഷനാണ്. ഇന്ത്യയിലെ ഇലക്ഷൻ കമ്മീഷനാണ്. അണ്ടർ ദി ആർട്ടിക്കിൾ 324 ഭരണഘടനയിലെ 324 വകുപ്പ് പ്രകാരമാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ച് പറയുന്നത്. ഓക്കെ, തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ അംഗങ്ങളെക്കുറിച്ചും അതുപോലെ തന്നെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ പ്രധാനപ്പെട്ട വസ്തുതകളെക്കുറിച്ചും നമ്മൾ ഈ പാഠഭാഗത്ത് ചർച്ച ചെയ്യുന്നു. അതുപോലെ തന്നെ ഇന്ത്യയിൽ നിലവിലുണ്ടായിരുന്ന തിരഞ്ഞെടുപ്പ് പരിഷ്കാരങ്ങളെ അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പ് സമ്പ്രദായങ്ങളെ പരിഷ്കരിക്കുന്നതിൻ്റെ ആവശ്യകത എന്താണ് എന്നതിനെക്കുറിച്ച് നമ്മൾ ഈ പാഠഭാഗത്ത് ചർച്ച ചെയ്യുന്നതാണ്. ഓക്കെ, എന്തൊക്കെ പരിഷ്കാരങ്ങളാണ്, വാട്ട് ആർ ദ റിഫോംസ്, എന്തൊക്കെ റിഫോംസുകളാണ് പ്രധാനമായിട്ടും തിരഞ്ഞെടുപ്പുകളിൽ ഉണ്ടാവേണ്ടത്, തിരഞ്ഞെടുപ്പിൻ്റെ വ്യവസ്ഥകളിൽ മാറ്റം വരുത്തേണ്ടത് എന്നും നമ്മൾ ഈ പാഠഭാഗത്ത് ചർച്ച ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഈ പാഠഭാഗം തേർഡ് യൂണിറ്റ് ഇലക്ഷൻ ആൻഡ് റെപ്രസെൻറ്റേറ്റീവ് എന്ന പാഠഭാഗത്ത് ചർച്ച ചെയ്യുന്നത്. പ്രധാനപ്പെട്ട ഒരു പാഠഭാഗമാണ്, പരീക്ഷയ്ക്ക് ചോദിക്കാവുന്ന ഒരു പാഠഭാഗമാണ്. പരീക്ഷയ്ക്ക് വരുന്നത് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥയുടെയും കേവല ഭൂരിപക്ഷ വ്യവസ്ഥയുടെയും താരതമ്യം ചെയ്തെഴുതാൻ ഡിഫറൻ്റ് ആയിട്ട്, അല്ലെങ്കിൽ ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ FPTP, ഓക്കെ, അതുപോലെ തന്നെ റെപ്രസെൻറ്റേറ്റീവ്സിനെയും ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥയെയും തരംതിരിച്ചെഴുതാൻ പരീക്ഷയ്ക്ക് വരും. അതുപോലെ തന്നെ ദ ഡ്യൂട്ടീസ് ഓഫ് ഇലക്ഷൻ കമ്മീഷൻ, അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ കുറിച്ച് പ്രതിപാദിക്കും, അല്ലെങ്കിൽ ഇലക്ഷൻ കമ്മീഷനെ കുറിച്ച് എന്ത് ചെയ്യും, പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. ഇത്രയും പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് പരീക്ഷയ്ക്ക് ഈ പാഠഭാഗത്തു നിന്നും ചോദിക്കാവുന്ന ചോദ്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് പാഠഭാഗത്തേക്ക് കടക്കാം. നോക്കാം, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എന്താണ്, വാട്ട് യു മീൻ ബൈ ഇലക്ഷൻ, എന്താണ് തിരഞ്ഞെടുപ്പ്, ഏതൊക്കെയാണ് ടൈപ്സ് ഓഫ് അല്ലെങ്കിൽ ടൈപ്സ് ഓഫ് ഇലക്ഷൻ അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പ് മാർഗങ്ങൾ ഏതെല്ലാം, പാഠഭാഗത്തേക്ക് കടക്കാം. വാട്ട് യു മീൻ ബൈ ഇലക്ഷൻ, വാട്ട് ആർ ദ ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഓഫ് ഇലക്ഷൻ. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ നോക്കുന്നത് തിരഞ്ഞെടുപ്പ് എന്നാൽ എന്താണ്, വിവിധ തരത്തിലുള്ള തിരഞ്ഞെടുപ്പ് മാർഗങ്ങൾ ഏതെല്ലാമാണ്. In modern democracy, people choose their representatives. These representatives are actively involved in administering the country. ഒരു ജനാധിപത്യ രാജ്യത്ത് ജനങ്ങൾ തങ്ങളുടെ പ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നു. ഈ പ്രതിനിധികൾ രാജ്യത്തിൻ്റെ ഭരണത്തിലും ഭരണ നിർവഹണത്തിലും ക്രിയാത്മകമായി പങ്കെടുക്കുകയും ചെയ്യുന്നു. The method followed to choose these representatives is referred to as an election. ഇങ്ങനെ ജനപ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്ന മാർഗമാണ് തിരഞ്ഞെടുപ്പ്. സോ തിരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ, ഇലക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ദ മെത്തേഡ് ഫോളോവഡ് ടു ചൂസ് ദ റെപ്രസെൻറ്റേറ്റീവ്സ് ഈസ് റെഫേർഡ് ടു ആസ് ആൻ ഇലക്ഷൻ എന്നാണ് അറിയപ്പെടുന്നത്. ദർ ആർ ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഓഫ് ഇലക്ഷൻ.
വിവിധ മാർഗങ്ങൾ, തിരഞ്ഞെടുപ്പിന് വിവിധ മാർഗങ്ങൾ അവലംബിക്കാറുണ്ട്. Among these most important methods are the first past the post system and the proportional representation. രണ്ട് രീതിയിലുള്ള മാർഗങ്ങളാണ് പ്രധാനമായിട്ട് നമ്മൾ ചൂസ് ചെയ്യാറുള്ളത്. ഒന്ന് ഫസ്റ്റ് പാസ്റ്റ് ദി പോസ്റ്റ് സിസ്റ്റം അല്ലെങ്കിൽ FPTP അല്ലെങ്കിൽ കേവല ഭൂരിപക്ഷ വ്യവസ്ഥ. മറ്റൊന്ന് പ്രൊപ്പോർഷണൽ റെപ്രസെൻറ്റേഷൻ അല്ലെങ്കിൽ പ്രാതിനിധ്യ വ്യവസ്ഥ. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ നോക്കുന്നത് FPTP, വെരി ഇമ്പോർട്ടൻറ്റ്. First past the post system is also known as simple majority system, SMS. In this system, the entire country is divided into a number of small constituencies. കേവല ഭൂരിപക്ഷ വ്യവസ്ഥ, ആപേക്ഷിക ഭൂരിപക്ഷ വ്യവസ്ഥ അഥവാ ഫസ്റ്റ് പാസ്റ്റ് ദി പോസ്റ്റ് സിസ്റ്റം എന്നും ബഹുത്വ വ്യവസ്ഥ എന്നും അറിയപ്പെടുന്നു. ഈ സമ്പ്രദായത്തിൽ രാജ്യത്തിനെ വിവിധ നിയോജക മണ്ഡലങ്ങളായി തിരിക്കുന്നു. ഓരോ മണ്ഡലത്തിലെയും വോട്ടർമാർ സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ചെയ്യുന്നു. വോട്ടേഴ്സ് ഇൻ ദി കോൺസ്റ്റിറ്റ്യുവൻസി കാസ്റ്റ് ദെയർ വോട്ട്സ് ടു ദി കാൻഡിഡേറ്റ്സ്. കാൻഡിഡേറ്റ് who gets highest votes from the constituency gets elected. ഓരോ മണ്ഡലത്തിലെയും സ്ഥാനാർത്ഥികളിൽ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയ ആൾ തിരഞ്ഞെടുക്കപ്പെടുന്നു. Candidates who get the highest vote from the constituency gets elected. This method is also called by the plurality system എന്നും അറിയപ്പെടുന്നു. അപ്പോൾ അതായത് ഓരോ മണ്ഡലവും ഒരു പ്രതിനിധിയെയാണ് തിരഞ്ഞെടുക്കുന്നത്. ഇൻ ഇന്ത്യ, സിമ്പിൾ മെജോറിറ്റി സിസ്റ്റം ഫോളോഡ് ഇൻ ദി ഇലക്ഷൻ ഓഫ് ലോക്സഭ, സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലീസ് ആൻഡ് പഞ്ചായത്ത്. ഇന്ത്യയിൽ ലോക്സഭ, സംസ്ഥാന നിർമ്മാണ സഭ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് കേവല ഭൂരിപക്ഷ വ്യവസ്ഥയെ പ്രകാരമാണ് തിരഞ്ഞെടുക്കാറുള്ളത്. ഫോർ എക്സാമ്പിൾ നോക്കാം. ഇൻ ലോക്സഭ ഇലക്ഷൻ ഇൻ ദി എൻറ്റയർ കൺട്രി ഈസ് ഡിവൈഡഡ് ഇൻ ടു 543 parliamentary constituency. Each constituency elected one representative. ഉദാഹരണമായിട്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാജ്യത്തെ മൊത്തം 543 നിയോജക മണ്ഡലങ്ങളായി വിഭജിച്ചിരിക്കുന്നു. ഓരോ നിയോജക മണ്ഡലവും ഒരു പ്രതിനിധിയെ വീതം തിരഞ്ഞെടുക്കുന്നു. One of the criticism against this method is that the winning candidates need not secure a majority of the vote. ഈ സമ്പ്രദായത്തിൻ്റെ ഒരു പോരായ്മ അല്ലെങ്കിൽ ഒരു വിമർശനം എന്താണെന്ന് വെച്ചാൽ, ധാരാളം സ്ഥാനാർത്ഥികൾ മത്സര രംഗത്തുള്ളപ്പോൾ വിജയിയാകുന്ന സ്ഥാനാർത്ഥിക്ക് പലപ്പോഴും ഭൂരിപക്ഷ വോട്ടുകൾ കിട്ടണമെന്നില്ല. ഇഫ് ദർ ആർ സെവറൽ കാൻഡിഡേറ്റ്സ്, ദ വിന്നിംഗ് കാൻഡിഡേറ്റ്സ് ഓഫൺ ഗെറ്റ്സ് മച്ച് ലെസ് ദാൻ 50% ഓഫ് ദി വോട്ട്. അതായത് ഏകദേശം 50% താഴെ, 50% ഓഫ് വോട്ടിന് താഴെ വോട്ടുകളായിരിക്കും പലപ്പോഴും ലഭ്യമാവുക. The votes that go to failed candidates go waste because those failed candidates or parties do not get seats or representation in the legislature. പരാജയപ്പെടുന്ന സ്ഥാനാർത്ഥിക്ക് അഥവാ സീറ്റുകൾ കിട്ടാതെ പോകുന്ന പാർട്ടിക്ക് ലഭ്യമാകുന്ന വോട്ടുകൾ പാഴായി പോവുകയാണ് ചെയ്യുന്നത്. ഇത് പല വിഭാഗങ്ങൾക്കും പ്രാതിനിധ്യം ലഭ്യമാകാതെ പോകുന്നതിന് കാരണമാകുന്നു. In such a situation, certain classes of people never get to share in the power structure. The next method of election was proportional representation അഥവാ ആനുപാതിക പ്രാതിനിധ്യം. In proportional representation, the country is divided large geographical area, even the entire country may be a single constituency. എല്ലാ വിഭാഗം ജനങ്ങൾക്കും അവരുടെ അംഗസംഖ്യയുടെ അനുപാതത്തിൽ പ്രാതിനിധ്യം നൽകുന്ന സമ്പ്രദായമാണ് ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥ. ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥയിൽ രാജ്യത്തെ മുഴുവൻ വിവിധ ബഹു അംഗ മണ്ഡലങ്ങളായി വിഭജിക്കുകയോ രാജ്യത്തെ മുഴുവൻ ഒറ്റ നിയോജക മണ്ഡലമായി കണക്കാക്കുകയോ ചെയ്യുന്നു. മോർ ദാൻ വൺ റെപ്രസെൻറ്റേറ്റീവ്സ് എലക്ട് ഫ്രം എ സിംഗിൾ കോൺസ്റ്റിറ്റ്യുവൻസി. ഒരു മണ്ഡലത്തിൽ നിന്ന് ഒന്നിൽ കൂടുതൽ സ്ഥാനാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നു. വോട്ട്സ് ആർ കാസ്റ്റഡ് ഫോർ ദി പാർട്ടി, നോട്ട് ഫോർ കാൻഡിഡേറ്റ്സ്. വോട്ട് ചെയ്യുന്നത്, വോട്ടർമാർ വോട്ട് ചെയ്യുന്നത് സ്ഥാനാർത്ഥികൾക്കല്ല, മറിച്ച് പാർട്ടികൾക്കാണ് വോട്ട് ചെയ്യുന്നത്. ആഫ്റ്റർ ദി ഇലക്ഷൻ, ഈച്ച് പാർട്ടി ഗെറ്റ്സ് സീറ്റ് ഇൻ ദി ലെജിസ്ലേച്ചർ ഇൻ അക്കോർഡൻസ് വിത്ത് ദി പ്രൊപ്പോർഷൻ ഓഫ് ദെയർ വോട്ടിംഗ് സ്ട്രെങ്ത്. നിയമസഭയിൽ ഓരോ പാർട്ടിക്കും കിട്ടുന്ന സീറ്റുകളുടെ എണ്ണം ആ പാർട്ടിക്ക് കിട്ടിയ വോട്ടുകളുടെ എണ്ണത്തിന് ആനുപാതികമായിരിക്കും. In proportional representation, the representation of various classes of people can be ensured. നിയമസഭയിൽ ഓരോ പാർട്ടിക്കും കിട്ടുന്ന സീറ്റുകളുടെ എണ്ണം ആ പാർട്ടികൾക്ക്
കിട്ടിയ വോട്ടുകളുടെ എണ്ണത്തിന് ആനുപാതികമായിരിക്കും. ഇതിൻ്റെ ഫലമായി സമൂഹത്തിലെ വിവിധ വിഭാഗങ്ങൾക്ക് നിയമനിർമ്മാണ സഭയിൽ പ്രാതിനിധ്യം ലഭിക്കുന്നു. It is the best method for ensuring sufficient representation of minorities. In India, proportional representation system used for the election of president, vice president and for the election to the Rajya Sabha and Vidhan Parishad. ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് പ്രാതിനിധ്യം ലഭ്യമാകുന്നതിന് ഏറ്റവും ഉചിതമായ മാർഗമാണ് ആനുപാതിക പ്രാതിനിധ്യ സമ്പ്രദായം. ഇന്ത്യയിൽ രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, രാജ്യസഭയിലെ അംഗങ്ങൾ എന്നിവരെ തിരഞ്ഞെടുക്കുന്നത് പരോക്ഷ തിരഞ്ഞെടുപ്പ് സമ്പ്രദായമാണ്, അല്ലെങ്കിൽ പ്രൊപ്പോർഷണൽ റെപ്രസെൻറ്റേഷൻ മുഖാന്തരമാണ് തിരഞ്ഞെടുക്കുന്നത്. നെക്സ്റ്റ് നോക്കുന്നത് ഡിഫറൻസ് ബിറ്റ്വീൻ ഫസ്റ്റ് പാസ്റ്റ് ദി പോസ്റ്റ് സിസ്റ്റം ആൻഡ് പ്രൊപ്പോർഷണൽ റെപ്രസെൻറ്റേഷൻ, FPTP and PR. നോക്കാം. ഫസ്റ്റ് വൺ, ഇൻ ദി ഫസ്റ്റ് പാസ്റ്റ് പോസ്റ്റ് സിസ്റ്റം the country is divided into small geographical units called constituency. Example, in India, the country is divided into 543 parliamentary constituency. കേവല ഭൂരിപക്ഷ വ്യവസ്ഥയിൽ രാജ്യത്തെ ചെറിയ നിയോജക മണ്ഡലങ്ങളായി തരംതിരിക്കുകയും, ഉദാഹരണമായി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യയെ 543 നിയോജക മണ്ഡലങ്ങളായി വിഭജിച്ചിരിക്കുന്നു. On the other side, but in the proportional representation, large geographical areas are demarcated as constituency. എന്നാൽ ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥയിൽ രാജ്യത്തെ വലിയ നിയോജക മണ്ഡലങ്ങളായി വിഭജിക്കുകയോ രാജ്യത്തെ മുഴുവൻ ഒറ്റ നിയോജക മണ്ഡലമായി പരിഗണിക്കുകയോ ചെയ്യുന്നു. In some countries like Israel or Netherlands, the entire country is treated as one constituency. ഉദാഹരണമായിട്ട് ഇസ്രായേൽ, നെതർലാൻഡ് എന്നീ രാജ്യങ്ങളിൽ രാജ്യത്തെ മുഴുവൻ ഒരു ഏക നിയോജക മണ്ഡലമായി കണക്കാക്കുന്നു. ഇൻ ദി ഫസ്റ്റ് പാസ്റ്റ് ദി പോസ്റ്റ് സിസ്റ്റം, ദി വോട്ടേഴ്സ് വോട്ട് ഫോർ എ കാൻഡിഡേറ്റ്, വൈൽ ഇൻ പ്രൊപ്പോർഷണൽ റെപ്രസെൻറ്റേഷൻ ദ വോട്ടേഴ്സ് വോട്ട് ഫോർ ദി പാർട്ടി. സോ ഈച്ച് പാർട്ടി പ്രിപ്പയർസ് എ ലിസ്റ്റ് ഓഫ് കാൻഡിഡേറ്റ്സ് ഫോർ ഈച്ച് കോൺസ്റ്റിറ്റ്യുവൻസി. കേവല ഭൂരിപക്ഷ വ്യവസ്ഥയിൽ വോട്ടർമാർ വോട്ട് ചെയ്യുന്നത് സ്ഥാനാർത്ഥികൾക്കാണ്. എന്നാൽ ആനുപാതിക പ്രാതിനിധ്യ സമ്പ്രദായത്തിൽ വോട്ടർമാർ വോട്ട് ചെയ്യുന്നത് രാഷ്ട്രീയ പാർട്ടിക്കാണ്. ആയതിനാൽ ഓരോ രാഷ്ട്രീയ പാർട്ടിയും മണ്ഡലത്തിലെ സ്ഥാനാർത്ഥികളുടെ ഒരു ലിസ്റ്റ് തയ്യാറാക്കുന്നു. ഇൻ ദി FPTP system, every constituency elects one representative, but in the proportional representation, more than one representatives are elected from a single constituency. Example, in Argentina and Portugal, the country is divided into several multi-member constituency. കേവല ഭൂരിപക്ഷ വ്യവസ്ഥയിൽ ഒരു മണ്ഡലത്തിൽ നിന്നും ഒരു പ്രതിനിധിയെ തിരഞ്ഞെടുക്കുന്നു. എന്നാൽ ആനുപാതിക പ്രാതിനിധ്യ സമ്പ്രദായത്തിൽ ഒന്നിൽ കൂടുതൽ പ്രതിനിധിയെ ഒരു മണ്ഡലത്തിൽ നിന്നും തിരഞ്ഞെടുക്കുന്നു. ഇൻ ദി FPTP system, candidates who get highest votes only elected to the legislature, but in the PR system, even small parties representatives get seats in the legislature. കേവല ഭൂരിപക്ഷ വ്യവസ്ഥയിൽ ഏറ്റവും കൂടുതൽ വോട്ട് ലഭിക്കുന്നയാൾ നിയമനിർമ്മാണ സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നു. എന്നാൽ ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥയിൽ ഓരോ രാഷ്ട്രീയ പാർട്ടിക്കും അവർക്ക് ലഭ്യമായ വോട്ടിന് ആനുപാതികമായ സീറ്റുകൾ നിയമനിർമ്മാണ സഭയിൽ ലഭ്യമാക്കുന്നു. In the FPTP system, a party may get more seats in the legislature than the proportion of its votes. കേവല ഭൂരിപക്ഷ വ്യവസ്ഥയിൽ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് അവർക്ക് ലഭ്യമായ വോട്ടിംഗ് ശതമാനത്തിൻ്റെ അനുപാതത്തേക്കാൾ കൂടുതൽ സീറ്റുകൾ നിയമനിർമ്മാണ സഭയിൽ ലഭ്യമാക്കാം. ഫോർ എക്സാമ്പിൾ, in 1984 ലോക്സഭ ഇലക്ഷൻ, the Congress party got 415 seats out of 543 seats, more than 80% of seats. ഉദാഹരണമായിട്ട് 1984 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പാർട്ടിക്ക് 543 സീറ്റുകളിൽ 415 സീറ്റുകൾ ലഭ്യമായി, ഏകദേശം 80% സീറ്റുകൾ. എന്നാൽ ഇറ്റ്സ് വോട്ട് ഷെയർ വാസ് ഓൺലി 48%. In the proportional representation, every party gets seats in the legislature in proportion to the percentage of vote that it gets. എന്നാൽ ആ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പാർട്ടിക്ക് ലഭ്യമായ വോട്ട് വിഹിതം 48% മാത്രമായിരുന്നു. എന്നാൽ ആനുപാതിക പ്രാതിനിധ്യ സമ്പ്രദായത്തിൽ ഓരോ രാഷ്ട്രീയ കക്ഷിക്കും അവരുടെ വോട്ട് വിഹിതത്തിന് അനുസൃതമായിട്ടുള്ള സീറ്റുകൾ മാത്രമേ നിയമനിർമ്മാണ സഭയിൽ ലഭ്യമാവുകയുള്ളൂ. ഫോർ എക്സാമ്പിൾ,
In Israel, once the votes are counted, each party is allotted the share of seat in the parliament in proportion of its share of votes. എന്ന് പറഞ്ഞാൽ ഉദാഹരണമായിട്ട് ഇസ്രായേൽ അതായത് വോട്ടുകൾ എണ്ണിക്കഴിഞ്ഞാൽ ഓരോ പാർട്ടിക്കും ലഭ്യമായ വോട്ടുകൾക്ക് ആനുപാതികമായി പാർലമെൻറ്റിൽ സീറ്റുകൾ അനുവദിക്കുന്നു. ഈച്ച് പാർട്ടി ഫിൽസ് ദി അലോട്ടഡ് സീറ്റ്സ് ബൈ പിക്കിംഗ് ദോസ് many of its nominees from a preference list that has been declared before the election. ഓരോ പാർട്ടിയും എന്തു ചെയ്യുന്നു? ആനുപാതികമായി ലഭ്യമായ സീറ്റുകളിലേക്ക് തിരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ മുൻഗണനാക്രമത്തിൽ നിശ്ചയിച്ചിട്ടുള്ള സ്ഥാനാർത്ഥികളുടെ പട്ടികയിൽ നിന്നും പ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നു. നെക്സ്റ്റ് വൺ നോക്കാം. Who decide the redrawing the boundaries of various assembly and Lok Sabha constituency? ലോക്സഭാ മണ്ഡലങ്ങളുടെയും സംസ്ഥാന അസംബ്ലികളുടെയും അതിർത്തി നിർണ്ണയിക്കുന്നത് ആരാണ്? ഡെലിമിറ്റേഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ, അതിർത്തി നിർണയ കമ്മീഷൻ. നെക്സ്റ്റ് വൺ നമ്മൾ നോക്കുന്നത് യൂണിവേഴ്സൽ അഡൾട്ട് ഫ്രാഞ്ചൈസി, സാർവത്രിക വോട്ടവകാശത്തെക്കുറിച്ചാണ് നമ്മൾ നോക്കുന്നത്. ഇറ്റ് ഗിവ്സ് ദി റൈറ്റ് ടു വോട്ട് ടു ഓൾ അഡൾട്ട് സിറ്റിസൺസ് റിഗാർഡ്ലെസ് ഓഫ് ദെയർ റിലീജിയൻ, കാസ്റ്റ്, ഇൻകം, ജെൻഡർ, സോഷ്യൽ സ്റ്റാറ്റസ്, റേസ് എക്സെട്ര. ഒരു രാജ്യത്തെ പ്രായപൂർത്തിയായ ഏതൊരു പൗരനും ജാതി, മത, ലിംഗ, സാമൂഹ്യ, സാമ്പത്തിക വ്യത്യാസമില്ലാതെ തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാനുള്ള അവകാശത്തെയാണ് സാർവത്രിക വോട്ടവകാശം അല്ലെങ്കിൽ യൂണിവേഴ്സൽ അഡൾട്ട് ഫ്രാഞ്ചൈസി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആർട്ടിക്കിൾ 326 of the Indian Constitution says that the election to Lok Sabha and Legislative Assembly should be based on adult franchising. ഇന്ത്യൻ ഭരണഘടനയുടെ 326 വകുപ്പ് പ്രകാരം ലോക്സഭയിലേക്കും നിയമസഭയിലേക്കുമുള്ള തെരഞ്ഞെടുപ്പുകൾ പ്രായപൂർത്തി വോട്ടവകാശത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണമെന്ന് വ്യവസ്ഥ ചെയ്യുന്നു. വിച്ച് അമെൻഡ്മെൻറ്റ് ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ റെഡ്യൂസ് ദി വോട്ടിംഗ് ഏജ് ഫ്രം 21 to 18? ഇന്ത്യയിൽ വോട്ടവകാശത്തിനുള്ള കുറഞ്ഞ പ്രായം 21 നിന്നും 18 കുറച്ച ഭരണഘടനാ ഭേദഗതി ഏതാണ്? 61th കോൺസ്റ്റിറ്റ്യൂവൻ്റ് അമെൻഡ്മെൻറ്റ് ഇൻ 1989, 1989 61ാം ഭരണഘടനാ ഭേദഗതി. വാട്ട് ഷുഡ് ബി ദ മിനിമം ഏജ് ടു കണ്ടസ്റ്റ് ദി ഇലക്ഷൻ ഓഫ് ലോക്സഭ ആൻഡ് സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി? 25. ലോക്സഭയിലേക്കും സംസ്ഥാന നിയമനിർമ്മാണ സഭയിലേക്കും മത്സരിക്കുന്നതിനുള്ള കുറഞ്ഞ പ്രായപരിധി എന്നത് 25 വയസ്സാണ്. വാട്ട് ഷുഡ് ബി ദ മിനിമം ഏജ് ടു കണ്ടസ്റ്റ് ദി രാജ്യസഭാ ഇലക്ഷൻ? രാജ്യസഭയിലേക്ക് മത്സരിക്കുന്നതിനുള്ള കുറഞ്ഞ പ്രായപരിധി 30 വയസ്സാണ്. നോക്കാം നമുക്കിനി ഇലക്ഷൻ കമ്മീഷനെ കുറിച്ച്, തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച്. ഫങ്ഷൻസ് ഓഫ് ഇലക്ഷൻ കമ്മീഷൻ. ആർട്ടിക്കിൾ 324 of the Indian Constitution provides for an independent election commission for the superintendence, direction and control of the electoral roll and the conduct of elections in India. ഇന്ത്യൻ ഭരണഘടനയുടെ 324 വകുപ്പ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്നു. ഇതിൽ എന്താണ് പറയുന്നത് നോക്കാം നമുക്ക്. ഇലക്ഷൻ കമ്മീഷൻ ഈസ് ആൻ ഓട്ടോണമസ് ബോഡി. ദ മെമ്പേഴ്സ് ഓഫ് ദി കമ്മീഷൻസ് ആർ അപ്പോയിൻറ്റഡ് ബൈ ദി പ്രസിഡൻറ്റ് ഓഫ് ഇന്ത്യ. ഇത് കമ്മീഷൻ എന്ന് പറയുന്നത്, ഇതിലെ കമ്മീഷന്മാരെ തിരഞ്ഞെടുക്കുന്നത് ഇതൊരു ഇറ്റ്സ് ആൻ ഓട്ടോണമസ് ബോഡിയാണ്. ഇതൊരു ഓട്ടോണമസ് ബോഡിയാണ്. അതുപോലെ തന്നെ ഇതിലെ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത് ആരാണ്? നമ്മളെ പ്രധാനമന്ത്രിയാണ് ഇതിലെ അംഗങ്ങളെ, പ്രസിഡൻ്റാണ്, രാഷ്ട്രപതിയാണ് ഇതിലെ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത്. ദ ഇലക്ഷൻ കമ്മീഷൻ വാസ് സിംഗിൾ മെമ്പർ ബോഡി അണ്ടിൽ 1989. 1989 വരെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു ഏകാംഗ കമ്മീഷൻ ആയിരുന്നു. ഇൻ ദി 1989 general election, 2 more election commissioners were appointed and it became multi-member body. 1989 ഒരു പൊതു തെരഞ്ഞെടുപ്പ് മുന്നോടിയായി 2 തിരഞ്ഞെടുപ്പ് കമ്മീഷണർമാരെ നിയമിച്ചു. അതുകൊണ്ട് തന്നെ ഇതൊരു ഒരു മൾട്ടി മെമ്പർ ബോഡിയായി മാറി. ആഫ്റ്റർ ദി ഇലക്ഷൻ ദ കമ്മീഷൻ റിവേർട്ടഡ് ടു ഇറ്റ്സ് സിംഗിൾ മെമ്പർ ബോഡി. എന്നാൽ തിരഞ്ഞെടുപ്പിന് ശേഷം അത് വളരെ പെട്ടെന്ന് തന്നെ ഇത് ഏകാംഗ കമ്മീഷനായി പുനഃക്രമീകരിച്ചു. 1993 2 more election commissioners were once again appointed. എന്നാൽ 1993 ഇത് വീണ്ടും 2 തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരെ നിയമിക്കുകയും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വീണ്ടും ഒരു ബഹു അംഗ കമ്മീഷനായി മാറുകയും ചെയ്തു. Now it is a 3-member body consist of Chief Election Commissioner and 2 other election commissioner. ഇപ്പോഴത്
മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറും 2 കമ്മീഷണർമാർ ഉൾപ്പെടെ 3 അംഗ കമ്മീഷനാണ് ഇപ്പോൾ നിലവിലുള്ളത്. നമ്മൾ പറഞ്ഞു രാഷ്ട്രപതിയാണ് ഇവരെ നിയമിക്കുന്നതെന്ന്. ഇവരുടെ കാലാവധി എന്ന് പറയുന്നത് 6 വർഷം അല്ലെങ്കിൽ 65 വയസ്സ് തികയുന്നത് വരെയാണ്. Now it's a 3-member body consists of Chief Election Commissioner and 2 other Election Commissioner. To assist the Election Commission of India, there is a Chief Electoral Officer in every states. The Chief Election Commissioner and 2 Election Commissioner have equal powers to take all decisions relating to election as a collective body. The term of the Election Commissioner is 6 years or up to the age of 65. However, they can be removed from the office by the President of India for proved misbehavior or incapacity of if both houses of Parliament make such a recommendation with a special majority. ഇവരുടെ കാലാവധി 6 വർഷം അല്ലെങ്കിൽ 65 വയസ്സ് തികയുന്നവരെയാണെന്ന് പറഞ്ഞു. പാർലമെൻറ്റ് ഇരുസഭകളും പ്രത്യേക ഭൂരിപക്ഷത്തോടെ ഒരു പ്രമേയം പാസാക്കിയാൽ രാഷ്ട്രപതിക്ക് തിരഞ്ഞെടുപ്പ് കമ്മീഷണറെ നീക്കം ചെയ്യാവുന്നതാണ്. ഓക്കെ, ഫങ്ഷൻസ് ഓഫ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ എന്തൊക്കെയാണ്? കമ്മീഷൻ്റെ ചുമതലകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ടു കണ്ടക്ട് ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻ ടു പാർലമെൻറ്റ് ആൻഡ് സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ ആൻഡ് ഓഫ് ദി പ്രസിഡൻറ്റ്, വൈസ് പ്രസിഡൻറ്റ്. അതായത് രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പാർലമെൻറ്റ് അംഗങ്ങൾ, സംസ്ഥാന നിയമസഭാ അംഗങ്ങൾ എന്നിവരെ തിരഞ്ഞെടുക്കുന്നതിനുള്ള തിരഞ്ഞെടുപ്പ് നടത്തുക. ടു ഗീവ് അപ്രൂവൽ ടു ദ പൊളിറ്റിക്കൽ പാർട്ടി ആൻഡ് പ്രൊവൈഡ് സിംബൽ. തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയ പാർട്ടികൾക്ക് അംഗീകാരം നൽകുക, അവയ്ക്ക് ചിഹ്നങ്ങൾ അനുവദിക്കുക. ടു പ്രിപ്പയർ ഇലക്ട്രൽ റോൾസ് ഓഫ് ദി ഇലക്ഷൻ. വോട്ടർ പട്ടിക തയ്യാറാക്കുക. ടു നോട്ടിഫൈ ദി ഡേറ്റ് ആൻഡ് ഷെഡ്യൂൾ ഓഫ് ഇലക്ഷൻ. തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട തീയതികൾ നിശ്ചയിക്കുക. ടു സൂപ്പർവൈസ് ദി മെഷീനറി ഓഫ് ഇലക്ഷൻ. തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പെരുമാറ്റച്ചട്ടം നടപ്പിലാക്കുക. പ്രിപ്പയർ എ കോഡ് ഓഫ് കണ്ടൻറ്റ് ഫോർ പൊളിറ്റിക്കൽ പാർട്ടീസ് അറ്റ് ദ ടൈം ഓഫ് ഇലക്ഷൻ. ദെൻ ടു സെറ്റിൽ എ ഡിസ്പ്യൂട്ട് റിലേറ്റഡ് ടു ഇലക്ഷൻ. തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുക. കൗണ്ടിങ് ദ വോട്ട് ആൻഡ് അനൗൺസ്മെൻറ്റ് ഓഫ് റിസൾട്ട്. വോട്ടെണ്ണൽ നടത്തുക, തിരഞ്ഞെടുപ്പ് ഫലം പ്രഖ്യാപിക്കുകയും ചെയ്യുക. തിരഞ്ഞെടുപ്പ് ബന്ധമായി ബന്ധപ്പെട്ട ചിലവുകൾ പരിധി നിർണ്ണയിക്കുക എന്നിവയൊക്കെയാണ് പ്രധാനമായിട്ടും ഇലക്ഷൻ കമ്മീഷൻ്റെ ചുമതലകളെന്ന് പറയുന്നത്. ദ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ഈസ് നോട്ട് റെസ്പോൺസിബിൾ ഫോർ ദി കണ്ടക്ടിങ് എലക്ഷൻ ടു ദി ലോക്കൽ ബോഡി. അതായത് ലോക്കൽ ബോഡിയിൽ നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഇലക്ഷൻ കമ്മീഷന് ഇലക്ഷൻ നടത്തുന്നതിന് യാതൊരുവിധ റെസ്പോൺസിബിലിറ്റി ഇല്ല. ദ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷണറാണ് ഇത് തീരുമാനിക്കുന്നത്. ഹിസ് ഓഫീസ് ഈസ് നോട്ട് അണ്ടർ ദി കൺട്രോൾ ഓഫ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ. ഇത് ഇവരുടെ ഓഫീസ് എന്താണ്? കൺട്രോൾ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ ചുമതലയിൽപ്പെട്ടതല്ല. ദ ഫസ്റ്റ് ഇലക്ഷൻ കമ്മീഷണർ ഇൻ ഇന്ത്യ സുകുമാർ സെൻ. സുകുമാർ സെൻ ആണ് ആദ്യത്തെ ഇലക്ഷൻ കമ്മീഷണറായിട്ട് പറയുന്നത്. ഓക്കെ, ഇന്ത്യയിലെ ആദ്യത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എന്ന് പറയുന്നത് ആരാണ്? സുകുമാർ സെൻ ആണ്. The practice of redrawing the electoral districts by a party in power in its electoral prospects is known as gerrymandering. എന്ന് പറഞ്ഞാൽ ഒരു പാർലമെൻറ്റ്, ദ പ്രാക്ടീസ് ഓഫ് റീഡ്രോയിങ് ഇലക്ട്രൽ ഡിസ്ട്രിക്ട്സ് ബൈ എ പാർട്ടി, ഒരു പാർട്ടിയെ ഇലക്ട്രൽ ഡിസ്ട്രിക്റ്റിൽ നിന്നും ഒഴിവാക്കുകയും അതിനെ പെരുമാറ്റച്ചട്ടപ്രകാരം അതിനെ ഒഴിവാക്കുന്നതിനെ പറയുന്ന പേരാണ് ഗാരിമാൻഡറിങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി നോക്കാം നമുക്ക്. ഫസ്റ്റ് വൺ, ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ എന്ന് പറയുന്നത് VS രമാദേവി. വുമൺ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ എന്ന് പറയുന്നത് VS രമാദേവിയാണ്. എക്സ്പ്ലെയിൻ ദി നീഡ് ഫോർ ഇലക്ട്രൽ റിഫോംസ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ തിരഞ്ഞെടുപ്പ് സമ്പ്രദായം പരിഷ്കരിക്കേണ്ടതിൻ്റെ ആവശ്യകത എന്തൊക്കെയാണെന്ന് നോക്കാം. In India, free and fair elections are going on for decades, but some experts pointed out many drawbacks in the election process and suggested some electoral reforms. They are, അതായത് ഇവർ പറയുന്നത് ചില ആളുകൾ ഇലക്ഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില എക്സ്പേർട്ടുകൾ ആവശ്യപ്പെടുന്നുണ്ട്. എന്തൊക്കെ മാറ്റങ്ങളാണ് ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് വ്യവസ്ഥയിൽ മാറ്റേണ്ടത്? ഇലക്ഷൻ മസ്റ്റ് ബി ചേഞ്ച്ഡ് ഫ്രം ദി FPTP സിസ്റ്റം ടു പ്രൊപ്പോർഷണൽ റെപ്രസെൻറ്റേഷൻ. ദെൻ ദ പാർട്ടീസ് വുഡ് ഗെറ്റ് സീറ്റ് ഇൻ ദി പ്രൊപ്പോർഷൻ ടു ദി വോട്ട് ദേ ഗെറ്റ്. എന്ന് പറഞ്ഞാൽ കേവല ഭൂരിപക്ഷ വ്യവസ്ഥയിൽ നിന്നും ആനുപാതിക പ്രാതിനിധ്യ സമ്പ്രദായത്തിലേക്ക് തെരഞ്ഞെടുപ്പ് മാറ്റണമെന്ന് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു. ഓരോ രാഷ്ട്രീയ കക്ഷിക്കും കിട്ടുന്ന സീറ്റുകൾ അവർക്ക് കിട്ടുന്ന വോട്ടുകൾക്ക് ആനുപാതികമായിരിക്കണമെന്നിവർ ആവശ്യപ്പെടുന്നു. Second one, in India, women constitute 50% of the total population, but they do not get adequate representation in the parliament and the state assemblies. So, women should be given sufficient representation.
അതായത് ഇന്ത്യൻ ജനതയുടെ ഏകദേശം 50% പകുതിയോളം വരുന്ന സ്ത്രീകൾക്ക് മതിയായ പ്രാതിനിധ്യം പാർലമെൻറ്റിലും അസംബ്ലികളിലും നൽകണമെന്നവർ പറയുന്നു. തേർഡ് വൺ, election expenses should be paid from the special fund of the government. Money and muscle power should be controlled. തിരഞ്ഞെടുപ്പ് ചെലവുകൾ എന്ത് വേണം? ഗവൺമെൻറ്റിൻ്റെ പ്രത്യേക ഫണ്ടിൽ നിന്നായിരിക്കണമെന്ന് അവർ സൂചിപ്പിക്കുന്നു. കാസ്റ്റ് ആൻഡ് റിലീജിയസ് ഫോഴ്സസ് ഷുഡ് നോട്ട് ബി allowed to influence election. രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് ജനാധിപത്യ മതേതര മൂല്യങ്ങളുള്ള പ്രതിബദ്ധത വളർത്തിയെടുക്കണം. തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ ജാതിപരവും മതപരവുമായ വികാരങ്ങൾ ഒഴിവാക്കണം എന്നും അവർ പറയുന്നു. ദെൻ ക്രിമിനൽസ് ഷുഡ് നോട്ട് ബി അലൗഡ് ടു കോണ്ടസ്റ്റ് ദി ഇലക്ഷൻ. കുറ്റവാളികളെ സ്ഥാനാർത്ഥികളായി മത്സരിപ്പിക്കാൻ പാടില്ല എന്നവർ സജസ്റ്റ് ചെയ്യുന്നു. ഫോർ ദി റെക്കഗ്നിഷൻ ഓഫ് നാഷണൽ or state party, certain number of votes and seats should be secured. It reduces the number of political parties and candidates. രാഷ്ട്രീയ പാർട്ടികൾക്ക് രജിസ്ട്രേഷൻ നിർബന്ധമാക്കുകയും കണക്കുകൾ നിർബന്ധമായും ഓഡിറ്റിന് വിധേയമാക്കുകയും ചെയ്യണമെന്ന് അവർ അഭിപ്രായപ്പെടുന്നു. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതാണ്. ഹു വാസ് ദി ഫസ്റ്റ് ഇലക്ഷൻ കമ്മീഷണർ ഓഫ് ഇന്ത്യ? സുകുമാർ സെൻ. ഹു വാസ് ദ ഫസ്റ്റ് വുമൺ ഇലക്ഷൻ കമ്മീഷണർ ഓഫ് ഇന്ത്യ? VS രമാദേവി. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മൾ മൂന്നാമത്തെ പാഠഭാഗത്തിനെ കുറിച്ച് പറയാനുള്ളത്. ഇലക്ഷൻ ആൻഡ് റെപ്രസെൻറ്റേറ്റീവ്സ്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ 4th യൂണിറ്റ് എക്സിക്യൂട്ടീവ് അഥവാ കാര്യനിർവഹണ വിഭാഗത്തിനെ കുറിച്ച് ചർച്ച ചെയ്യാം. ഓക്കെ.